തമ്പുരാനെന്ന് മുഖം കാണിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അദ്ദേഹം തിരക്കിട്ട ആലോചനകളിലാണ്. യുദ്ധം നിർത്തിവെക്കണമെന്ന വാശി ഫലിച്ചില്ല. അതിനകത്ത് രണ്ട് സമരഭൂത്തും നമുക്ക് വിജയം തന്നില്ലേ? രണ്ട് പട്ടാളം കൂടി ഒന്നിച്ചാൽ അതെന്റെ കാര്യക്കാരെ, നീങ്ങാവുന്നതിന് തമ്പുരാൻ ഒരു പരിധി നിശ്ചയിച്ചു കളഞ്ഞു. ഓഹോ, അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ കാണാൻ. ആ കാര്യക്കാരെ, തമ്പുരാനെ ഇപ്പൊ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കളക്കാട് പ്രദേശം തിരിച്ചു പിടിച്ചതിനെ എങ്ങനെ നേരിടണമെന്നാണ് ഇപ്പോഴത്തെ തമ്പുരാൻ അതിൽ മുഴുകിയിരിക്കുകയുമാണ്. എനിക്കിനി അമാന്തിക്കാൻ വയ്യ. അണ്ണാവിയും മാർത്താണ്ഡപിള്ളയും എല്ലാം അവിടെ ഉണ്ടെങ്കിലും ഞാൻ ഉടനെ അവിടെ എത്തണമെന്നാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. തമ്പുരാന്റെ ഇംഗിതവും അതാണ്. എന്നാൽ ദളവാസ്വാമി അമാന്തിക്കണ്ട. ഇവിടത്തെ കാര്യക്കാർക്കായിരിക്കും പരിപൂർണ്ണ ചുമതല. തിരുവനന്തപുരത്തിന്റെ രക്ഷ ഇനി കാര്യക്കാരുടെ കയ്യിൽ. പട്ടണത്തിൽ പലരും ചുറ്റിക്കറങ്ങുന്നു. വിവരങ്ങൾ ചോർത്തിയെടുക്കാനെത്തുന്ന ചാരന്മാരും അവസരങ്ങൾ തേടിയെത്തുന്ന വടക്കൻ പ്രജകളും പ്രോത്സാഹനത്തിനെത്തുന്ന നമ്മുടെ സാധാരണക്കാരായ കവികൾ. ആകെ ഒരു ബഹളം. ആരെ കയറ്റി വിടണമെന്നറിയാതെ കാവൽക്കാർ കുഴയുകയും ആരെയും നോട്ടിക്കുള്ളിലേക്ക് കടത്തിവിടണ്ട. യുദ്ധകാലമാണ്. കലയ്ക്കും സ്വാതന്ത്ര്യവും ഇല്ലാത്ത സമയം തന്നെയാണ്. ഒരു കാര്യം ചെയ്യാമോ, ഞാൻ വടക്കൻ പ്രദേശങ്ങളിലേക്ക് യാത്ര തിരിച്ചെന്ന് തമ്പുരാൻ അറിയിച്ചാൽ മതി. പട്ടണത്തിൽ അവശേഷിച്ചിരിക്കുന്ന പട്ടാളക്കാർ ഇതിന് മതിയോ എന്ന് നമുക്ക് സംശയം. സുരക്ഷ അതെ മതി. വിപ്ലവം വേണ്ട, ഭയം വേണ്ട. അത്രയ്ക്കൊരു അനിശ്ചിതാവസ്ഥയില്ല ഇവിടെ. എല്ലാം കരുതലോട് നിയന്ത്രിച്ചാൽ മതി. ദളവാസ്വാമി കൂടി പോയാൽ ഭയം വേണ്ട. ആരെയും ഒട്ടമാതെങ്കിലും പ്രത്യേക കാവലെടുക്കണം. എങ്കിൽ ഉടൻ തന്നെ ചെന്ന് പറഞ്ഞു ഞാൻ വടക്കൻ പ്രദേശങ്ങളിൽ യാത്ര തിരിച്ചെന്ന് തമ്പുരാനോട് അറിയിച്ചാൽ മതി. പോത്തന്
കാര്യത്തിലും സ്ഥാനമില്ല. യുവരാജാവ് തിരക്കിലുമാണ്. അദ്ദേഹത്തെ മുഖം കാണിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുമില്ല. ശത്രുചാരന്മാരുടെയും കള്ളവേഷക്കാരുടെയും കടന്നു കഴിഞ്ഞു. അതാണ് തവണക്കാരെ ഇത്ര അപമര്യാദയായി രാജസന്നിധിയും ഒരു ഈച്ചയ്ക്ക് പോലും കയറി പറ്റാൻ കഴിയില്ല പറഞ്ഞു. എങ്കിലും ഇത്ര ബന്ധോസം ഉണ്ടാവുന്നു തീരെ കുറിച്ചില്ല. നാട്ടുകാരൊരു ശങ്കരവാരനുണ്ടായി. അയാളെ തിരക്കി നടന്നിട്ട് ഒരു ഫലവുമില്ല. ശങ്കരവാര്യൻ? അതെ. ആ നല്ല കൈപ്പടയിൽ എഴുതുന്ന ആ വൈക്കത്തുകാരൻ. ഞാൻ ന്യായസഭയിൽ കാണും. എടോ തവണക്കാരൻ, നിങ്ങൾ ഇരിക്കൂ. അധികം ആ എഴുത്തുപുരയിൽ ചെന്ന് ആ ശങ്കരവാര്യനെ ഞാൻ വിളിക്കുന്നതായി പറയും. നിങ്ങൾ ഇരിക്കൂ. വേണ്ട. എന്നിട്ടും വലിയ കാര്യമില്ല കേട്ടോ. ഞാനും വലിയ തിരക്കിലാണ്. തമ്പുരാനെ എന്തായാലും കാണാം. തൽക്കാലം അഷ്ടയ്ക്കും പാർപ്പിടത്തിനുമുള്ള സൗകര്യമെങ്കിലും വഴിയുണ്ടാകും. ശങ്കര ശങ്കര, നാളെ രണ്ടായി. അനന്തപുരി ഒക്കെ ചുറ്റിക്കട്ടു. ഇനി കഷ്ടപ്പെടാൻ ഒന്നും ബാക്കിയില്ല. ഓ, നിങ്ങൾ പരിചയക്കാരാണല്ലേ ശങ്കരവാര്യൻ? ഞാൻ അകത്ത് പോയിട്ട് വരാം. എന്തായാലും ശങ്കരനെ കണ്ടുവല്ലോ, സമാധാനമായി. ഇവിടുത്തെ ചുറ്റുപാടൊക്കെ ആകെ കലങ്ങി മറിഞ്ഞ മട്ടാണ് വാര്യെ. എഴുത്തും എഴുത്തിന് മേലെഴുത്തും വന്നും പോയി ഇരിക്കും. രായസക്കാരെ സഹായിക്കാനാണ് എന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേതായാലും നന്നായി. മൂട് കുറച്ചുവല്ലോ. എന്റെ കാര്യമാണ് ശങ്കര കഷ്ടത്തിലായി. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കുടിയും കിടപ്പുമെല്ലാം തൽക്കാലം എന്നോടൊപ്പമാകാം. മാസങ്ങൾ കഴിഞ്ഞിരിക്കൂ. ഞാൻ വിചാരിച്ചു കവിതായജ്ഞം വായിച്ച് ഉപേക്ഷിച്ചു എന്നാണ്. ഇക്കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലായിരുന്നു. കാലം എഴുതി പൂർത്തിയായല്ലോ, സമാധാനമായി. ഇല്ല, ഇനിയും പൂർത്തിയായിട്ടില്ല. എന്ന് വേർത്തായി പറയണത് മാസം 9ഓ 10ഓ ആയില്ലയോ? അതെ, സുഖപ്രസവത്തിനുള്ള സമയം കഴിഞ്ഞു. പക്ഷേ പലയിടത്തും ഒരു അപൂർണത. ചിലയിടത്തൊക്കെ എഴുതി മുഴുമിപ്പിക്കേണ്ടതുണ്ട്. ഓ, ഒരു കവിത എഴുതാൻ എന്താ മല മറിക്കുന്ന കാര്യമാണോ? ശങ്കരവാര്യൻ, ഇദ്ദേഹത്തെ കൂടി കൂട്ടിക്കൊള്ളു നിങ്ങളോടൊപ്പം. അവസരം വരുമ്പോൾ തമ്പുരാനെ മുൻകാണിക്കും. അതുവരെ നിങ്ങളോടൊപ്പം രാമപുരത്ത് വാര്യരും കൂടെ